അത്താഴത്തിനായിട്ട് നമുക്ക് റവ കൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അപ്പം എന്ന് പറയാമോ ദോശയെന്ന് പറയാതെ നിങ്ങളുടെ ഓപ്ഷൻ. അപ്പം രാത്രിയിൽ ഇനി എന്താ ഉണ്ടാക്കുക എന്ന് ചിന്തിച്ചപ്പോൾ റവ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു അപ്പവും അതിനോടനുസരിച്ചൊരു കറിയും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. അതുപോലെ കണ്ടിഷ്ടമാകുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 2 കപ്പ് റവയാണ് നമ്മൾ ആദ്യം എടുത്തത്. അതിനകത്തേക്ക് ഒരു 10 കഷ്ണം ഉള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ നല്ല ജീരകം, ഒരു അരമുറി തേങ്ങയോളം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കണം. അതും എല്ലാം കൂടെ ഒരു മിക്സിയിലേക്ക് 2 കപ്പ് റവയാണ് നമ്മൾ എടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയ ഉള്ളിയാണ്. പിന്നെ ആ തേങ്ങ ചിരണ്ടി വെച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യമായ വെള്ളം, ഒരുപാട് വെള്ളം ആവരുത്, ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പം വേണമെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് ആ കറിവേപ്പിലയും നല്ല ജീരകം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ആട്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളമാവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയും ആവരുത്. നന്നായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് ആ ജീരകം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ അരയ്ക്കുമ്പോഴും നമുക്കത് 2 ചേർക്കാവുന്നേ ഉള്ളൂ, ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും. അല്ലാതെ ഇട്ട് കൊടുത്താലും കുഴപ്പം. പിന്നെ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് കൂടരുത്. പിന്നെ ഒരു പാനിലേക്ക് എണ്ണ തടവിയിട്ട് ഓരോ തവിയായിട്ട് നമ്മൾ കോരി ഒഴിക്കുന്നു. വളരെ പെട്ടെന്നാണിത്. രാത്രിയിലത്തേക്ക് നമുക്ക് വളരെ വിഷമിക്കണ്ടല്ലോ. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നല്ല ഒരു തരം ദോശയെന്ന് പറയാം, ഇല്ലെങ്കിൽ അപ്പം എന്ന് പറയാം. എന്നിട്ട് അത് ഓരോന്നോരോന്നായി ചുട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി. ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു വെജിറ്റബിൾ സബ്ജിയാണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറിയും അതിനകത്തേക്ക് കണ്ടോ, നല്ല നല്ല സോഫ്റ്റ് ആയതാണ്, കഴിക്കാനും എളുപ്പമാണ്. അപ്പം ഇനി പച്ചക്കറി കുറച്ചെടുക്കുക. അതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള മിക്കവാറും എല്ലാ പച്ചക്കറിയും അതിനകത്ത് ചേർക്കാൻ പറ്റും. എല്ലാം എടുത്തിട്ട് കുറച്ച് മത്തങ്ങ, അതുപോലെ വഴുതനങ്ങ, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ചീന, 2 തക്കാളി, 2-3 വെണ്ടയ്ക്ക, ഒരു സവാള, ഇതുപോലുള്ള ഇത്രയും സാധനങ്ങൾ അരിഞ്ഞ് ചേർക്കാം. ഈ വഴുതനങ്ങയ്ക്ക് പകരം മറ്റേ വഴുതന ഇട്ടാലും മതി. അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വേറെയും ചേർക്കണമെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി കൂടാത്ത രീതിയിൽ എല്ലാത്തരവും കുറേശ്ശെ എടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുക്കുക. ഇതേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് കാണിക്കുമ്പോൾ അത്രയും കൂടെ സമയം പോകില്ലേ. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് വേറെ പച്ചക്കറി, അതുപോലെ കിഴങ്ങുണ്ടെങ്കിൽ കിഴങ്ങ് ചേർക്കാം. പിന്നെ ചിലർക്ക് ഗ്യാസിന് പിടിക്കാത്തതായതുകൊണ്ട് കിഴങ്ങ് വേണേൽ ഒഴിവാക്കാം. അങ്ങനെ പാവയ്ക്ക ഒഴിച്ച് ബാക്കി എന്തും അതിനകത്ത് ചേർക്കാം. മത്തങ്ങയുടെ സ്ഥാനത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചേർക്കാം, വെള്ളരി ചേർക്കാം. അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം കൂടെ എടുത്തിട്ട് നന്നായി അരിഞ്ഞ് ഒന്നെടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കടുക് താളിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ സാധനം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ അരിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കാവുന്ന മിക്കവാറും പച്ചക്കറികൾ ചേർക്കാം, അളവ് കൂടാത്ത രീതിയിൽ. എന്നിട്ട് അതിനെ ചേർക്കുന്ന അന്നേരം 1 സ്പൂൺ വെജിറ്റബിൾ മസാലയാണ്, ഒരു നല്ല സ്പൂൺ വെജിറ്റബിൾ മസാലയും ഉപ്പും മാത്രമേ അതിനകത്ത് ചേർക്കുന്നുള്ളൂ. കടുക് താളിച്ച വെളിച്ചെണ്ണയും അതുപോലെ ഇത്രയും സാധനങ്ങളൂടെ മതി. ഇതെല്ലാം കൂടെ ഞാൻ സെപ്പറേറ്റ് കാണിച്ച് വരുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമല്ലോ, അതുകൊണ്ടാണ് 1 സ്പൂൺ വെജിറ്റബിൾ മസാല മാത്രം ഇട്ടാൽ മതി. അത് നന്നായിട്ട് കുക്കാകുന്നവരെ അടച്ചിട്ട് വേവിക്കുക. എന്നിട്ട് ഒന്ന് ചിക്കി കൊടുക്കുക. ഇത്രയും കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 റെസിപ്പിയും ഇഷ്ടമായി എങ്കിൽ
ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഒന്ന് ചെയ്ത് നോക്കണേ. എളുപ്പമാണ്, ഒരു 1/4 മണിക്കൂർ മതിയാവത്തുള്ളൂ. ആദ്യം ഈ ദോശ ചുട്ടെടുക്കുക, അതിനുശേഷം കറി ഉണ്ടാക്കുക. വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിഷ്ടമായാൽ തിരികെ വന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീണ്ടും വീണ്ടും എനിക്കിത് ചെയ്യാനും ഓരോന്ന് എനിക്കറിയാവുന്ന പാചകങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനും പറ്റും. നിങ്ങളെ കൂടെ കാണാനും നിങ്ങൾക്ക് കാണാനും അതാണൊരു അവസരം. അപ്പം നിങ്ങൾ ഒരു മടിയും കൂടാതെ ഇതൊന്ന് ചെയ്ത് നോക്കുക. എളുപ്പമാണ് റവ കൊണ്ടിട്ട്. റവ എന്ന് പറയുമ്പം ഷുഗർ ഉള്ളവർക്കാണെങ്കിലോ പ്രഷർ ഉള്ളവർക്കാണെങ്കിലോ ആർക്കും കഴിക്കാമല്ലോ. കൊളസ്ട്രോളൊന്നും ഒരുപാട് ഉണ്ടാവത്തില്ല. തടി കുറയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.